ചെറുപ്പത്തിൽ തന്നെ വയസ്സാകുന്നത് എന്തുകൊണ്ടാണ്? വാർദ്ധക്യം പെട്ടെന്ന് വരുന്നു. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് വയസ്സ് കുറവായിരിക്കുമ്പോഴും അവരുടെ മുഖവും ശരീരവും നോക്കുമ്പോൾ അവർ വളരെ പ്രായമുള്ളവരെ പോലെ തോന്നും. 25 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാൾ പക്ഷേ 35 അല്ലെങ്കിൽ 40 വയസ്സുള്ള ആളെപ്പോലെയാണ് കാണപ്പെടുന്നത്. ഇതൊരു സാധാരണ കാര്യമല്ല. ഇത് നമ്മുടെ ജീവിതശൈലിയെക്കുറിച്ചുള്ള ഒരു വലിയ സൂചനയാണ്. വാർദ്ധക്യം എന്നത് വയസ്സ് കൂടുന്നത് കൊണ്ട് മാത്രം വരുന്നതല്ല, നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിൻ്റെ ഫലമാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും ദിവസേന പുതുക്കപ്പെടുന്നു. ഈ പ്രക്രിയയാണ് നമ്മളെ യുവാക്കളായി നിലനിർത്തുന്നത്. പക്ഷേ നമ്മൾ ശരിയായ രീതിയിൽ അതായത് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു തരാം. ചർമ്മത്തിൻ്റെ എലാസ്റ്റിസിറ്റി കുറയും, മുഖത്ത് ചുളിവുകൾ വരും, ശരീരത്തിന് ഊർജം കുറയും, മുടി കൊഴിയാൻ തുടങ്ങും. ഇവയൊക്കെ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങളാണ്. പക്ഷേ ഇത് 50-ൽ വരേണ്ടതാണ്. ഇപ്പോൾ 25-ൽ തന്നെ കാണാൻ തുടങ്ങുന്നു. ഇന്നത്തെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഭക്ഷണശീലം തന്നെയാണ്. നമ്മൾ കഴിക്കുന്നത് എന്താണ്? ഫാസ്റ്റ് ഫുഡ്, ഓയിലി ഫുഡ്, പാക്കേജ്ഡ് ഐറ്റംസ്. ഇവ ശരീരത്തിന് ന്യൂട്രീഷൻ കൊടുക്കുന്നു. ഈ ടോക്സിൻസ് ശരീരത്തിനുള്ളിൽ അടിഞ്ഞുകൂടുമ്പോൾ അത് കോശങ്ങളെ നശിപ്പിക്കും. അതാണ് സ്കിൻ ഡള്ളാകുന്നതും മുഖത്ത് വയസ്സിൻ്റെ അടയാളങ്ങൾ കാണപ്പെടുന്നതും. വെള്ളത്തിൻ്റെ കുറവ് മറ്റൊരു പ്രധാന കാരണമാണ്. വെള്ളം കുടിക്കുന്നത് നമ്മൾ പലപ്പോഴും അവഗണിക്കുന്ന കാര്യമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വലിയൊരു ഭാഗവും വെള്ളമാണ്. അത് ശരിയായ അളവിൽ കിട്ടിയില്ലെങ്കിൽ സ്കിൻ ഡ്രൈ ആകും, വ്രിങ്കിൾസ് വേഗത്തിൽ വരും, ശരീരത്തിന് ഡീറ്റോക്സ് ചെയ്യാൻ കഴിയില്ല. ചിലപ്പോൾ സിമ്പിളായൊരു കാര്യം, വെള്ളം കുടിക്കുക, അത് നമ്മുടെ യൗവനം സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെയുള്ളതാണ് ഉറക്കക്കുറവ്. നമ്മുടെ ശരീരം റിപ്പയർ ചെയ്യുന്നത് എപ്പോഴാണ്? ഉറങ്ങുമ്പോഴാണ്. രാത്രിയിൽ ശരിയായ ഉറക്കം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഫലമായി കണ്ണിന് ചുറ്റും കറുത്ത പാടുകളും മുഖത്ത് ടയേർഡ് ഫീലും ഉണ്ടാകും. ഏജിംഗ് പ്രോസസ് വേഗത്തിൽ നടക്കും. അതിനാൽ സ്ലീപ്പ് ഈസ് നോട്ട് എ ലക്ഷറി, ഇറ്റ് ഈസ് നെസസറി. അതിനാൽ ഉറക്കം എന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അനങ്ങാത്ത ജീവിതശൈലി. ഇന്നത്തെ ലോകത്ത് നമ്മൾ വളരെ കുറച്ച് മാത്രം ശരീരം ഉപയോഗിക്കുന്നു. മണിക്കൂറുകളോളം ഫോൺ നോക്കിയിരിക്കുക, ചലനമില്ലാത്ത ജീവിതം. ഇത് ബ്ലഡ് സർക്കുലേഷൻ കുറയ്ക്കും. ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോൾ ഓക്സിജനെയും ന്യൂട്രിയൻസിനെയും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ സാധിക്കില്ല. അതിൻ്റെ ഫലമായി സ്കിൻ ഗ്ലോ കുറയും, ശരീരം വേഗത്തിൽ പഴകും. പിന്നെയുള്ളൊരു കാര്യമാണ് മാനസിക സമ്മർദ്ദം. സ്ട്രെസ് എന്നത് സൈലന്റ് കില്ലറാണ്. നമ്മൾ ടെൻഷൻസ്, ആങ്സൈറ്റി, ഓവർ തിങ്കിങ് എന്നിവയിൽ കഴിയുമ്പോൾ നമ്മുടെ ശരീരം കോർട്ടിസോൾ എന്ന ഹോർമോൺ റിലീസ് ചെയ്യും. ഈ ഹോർമോൺ അധികമായാൽ ഏജിംഗ് പ്രോസസ്സ് വളരെ വേഗത്തിൽ നടക്കും. അതുകൊണ്ട് തന്നെ ചിലർ മെൻ്റലി സ്ട്രെസ് ഉള്ളപ്പോൾ ഫിസിക്കലി കൂടി വേഗത്തിൽ വയസ്സാകുന്നത് കാണാം. ഒരു സ്വാഭാവിക പ്രക്രിയ, പക്ഷേ നിയന്ത്രിക്കാം. വാർദ്ധക്യം എന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്, പക്ഷേ നിയന്ത്രിക്കാൻ സാധിക്കും. വാർദ്ധക്യം വരുന്നത് സ്വാഭാവികമാണ്. അതിനെ നിർത്താൻ കഴിയില്ല, പക്ഷേ അതിൻ്റെ വേഗം നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ ശീലവും നമ്മുടെ ഭാവിയിലെ രൂപത്തെ നിർണ്ണയിക്കുന്നു. ചിന്തിക്കാൻ ഒരു കാര്യം പറയാം. ഒരു ചോദ്യം മാത്രം നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ശീലങ്ങൾ നിങ്ങളെ കൂടുതൽ യുവാക്കളാക്കുന്നുണ്ടോ അഥവാ വേഗത്തിൽ വയസ്സാക്കുന്നുണ്ടോ? ചെറുപ്പത്തിൽ തന്നെ വയസ്സാകുന്നത് ഒരു ദിവസം കൊണ്ടല്ല സംഭവിക്കുന്നത്. അത് ചെറിയ ചെറിയ തെറ്റായ ശീലങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഫലമാണ്. യൗവനം നിലനിർത്തുന്നതും ഒരു വലിയ രഹസ്യമല്ല, അതും ചെറിയ ചെറിയ നല്ല ശീലങ്ങളുടെ ഫലമാണ്. ഇനി യഥാർത്ഥ സൗന്ദര്യം എവിടെയാണെന്ന് പറയാം. ഇന്നത്തെ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് ഒരു വലിയ വിപണിയിലാണ്. അവിടെ ഓരോ പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്നു. പ്രത്യേകിച്ച് സൗന്ദര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഖത്ത് ചെറിയൊരു പിമ്പിൾ വന്നാലും ചുളിവുകൾ അല്പം കണ്ടാലും നമ്മൾ ഉടനെ തിരയുന്നത് എന്താണ്? ഒരു ക്രീം അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു കോസ്മെറ്റിക് സൊല്യൂഷൻ. പക്ഷെ ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം, ഇവയെല്ലാം ഇല്ലാത്ത കാലത്ത് ആളുകൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? അവർക്കും സൗന്ദര്യം ഉണ്ടായിരുന്നില്ലേ? ഇന്നത്തെ സൗന്ദര്യത്തിൻ്റെ ചെലവിനെക്കുറിച്ച് പറയാം. ഇന്നത്തെ കാലത്ത് സൗന്ദര്യം നിലനിർത്തുന്നതിൻ്റെ ചെലവ് തന്നെ നോക്കാം. ഇന്ന് ബ്യൂട്ടി ഇൻഡസ്ട്രി ഒരു വലിയ ബിസിനസ്സാണ്. ഒരു ചെറിയ ഫേസ് ക്രീം പോലും നൂറുകളിൽ നിന്ന് ആയിരങ്ങളിൽ എത്തുന്നു. ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ്സ്, സ്കിൻ ക്ലിനിക്സ്, ലേസർ തെറാപ്പീസ്, ഇവയ്ക്ക് ചിലവ് ആയിരങ്ങളിൽ നിന്ന് ലക്ഷങ്ങളിൽ വരെ പോകുന്നുണ്ട്. നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നത് വില കൂടിയതാണെങ്കിൽ നല്ലതായിരിക്കും എന്നതാണ്. പക്ഷേ സത്യം എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. കാരണം ഈ പ്രൊഡക്ട്സ് എല്ലായ്പ്പോഴും പുറത്തേക്ക് മാത്രം പ്രവർത്തിക്കുന്നവയാണ്. അവ ടെമ്പററി റിസൾട്ട്സ് മാത്രമേ നൽകുകയുള്ളൂ. പക്ഷേ പ്രശ്നത്തിൻ്റെ റൂട്ട് കോസ് പരിഹരിക്കില്ല. പല സൗന്ദര്യവർദ്ധക വസ്തുക്കളും കെമിക്കൽസ് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. ആദ്യമായി ഉപയോഗിക്കുമ്പോൾ ചർമ്മം സോഫ്റ്റ് ആകും, പിന്നെ ഗ്ലോ വരും. പക്ഷേ ദീർഘകാലത്തേക്ക് നിലനിൽക്കില്ല. സ്കിൻ നാച്ചുറൽ ബാലൻസ് തന്നെ അവ നഷ്ടപ്പെടുത്തും. ചിലപ്പോൾ സൈഡ് എഫക്ട്സ് വരെ ഉണ്ടാകുന്നു. അതാണ് നമ്മൾ വീണ്ടും വീണ്ടും അതേ പ്രൊഡക്ട്സ് ഉപയോഗിക്കാൻ നിർബന്ധിതരാകുന്നത്. നമ്മുടെ മുൻപത്തെ തലമുറ, അവർക്കൊന്നും ബ്രാൻഡഡ് ക്രീംസ് ഇല്ലായിരുന്നു, പാർലറോ ട്രീറ്റ്മെൻറ്റുകളോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ അവരുടെ ചർമ്മം ആരോഗ്യകരമായിരുന്നു, മുഖത്ത് പ്രകാശമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? കാരണം അവർ പ്രകൃതിയെ ആശ്രയിച്ചിരുന്നു. നാടൻ രീതികളുടെ ശക്തി അവർ ഉപയോഗിച്ചിരുന്നത് കൊണ്ടാണ്. വളരെ കുറഞ്ഞ ചെലവിൽ അതേസമയം കൂടുതൽ സുരക്ഷിതമായി ചർമ്മത്തെ സംരക്ഷിക്കാൻ കഴിയും. ഒരു വലിയ സത്യം തന്നെ പറയാം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കണം. സൗന്ദര്യം എന്നത് പുറമേ പുരട്ടുന്ന ഒന്നല്ല,
അത് ഉള്ളിൽ നിന്നാണ് വരുന്നത്. നമ്മൾ എത്ര കോസ്റ്റ്ലി പ്രൊഡക്ട്സ് ഉപയോഗിച്ചാലും, ഉറക്കമില്ലെങ്കിലും ശരിയായ ഭക്ഷണമില്ലെങ്കിലും സ്ട്രെസ്സ് കൂടുതലാണെങ്കിലും ആ സൗന്ദര്യം നീണ്ടു നിൽക്കുന്ന ഒന്നല്ല. ബുദ്ധൻ പറഞ്ഞ ഒരു വാക്ക് ഇവിടെ ഓർക്കാം. ആരോഗ്യം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത്. നമ്മൾ പുറത്തേക്ക് സൗന്ദര്യം തേടുമ്പോൾ അവൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആരോഗ്യമില്ലെങ്കിൽ സൗന്ദര്യത്തിനും വിലയില്ല എന്നാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. മോഡേൺ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം തെറ്റാണെന്ന് പറയാനാവില്ല. ചിലപ്പോൾ അവ ആവശ്യമായിരിക്കും. പക്ഷേ അത് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത് ശരിയായ മാർഗമല്ല. നാച്ചുറൽ രീതികളും മോഡേൺ രീതികളും തമ്മിൽ ബാലൻസ് വേണം. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, നമ്മൾ സൗന്ദര്യം വാങ്ങിക്കൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ അത് സംരക്ഷിക്കുകയാണോ? പഴയ കാലത്ത് ആളുകൾ സൗന്ദര്യം സംരക്ഷിച്ചു. ഇന്ന് നമ്മളത് വാങ്ങാൻ ശ്രമിക്കുന്നു. സൗന്ദര്യം നിലനിർത്താൻ വലിയ രഹസ്യങ്ങളൊന്നുമില്ല. ലളിതമായ ജീവിതം, പ്രകൃതിദത്തമായ പരിചരണം, നല്ല ശീലങ്ങൾ, ഇവയൊക്കെയാണ് യഥാർത്ഥമായ മാർഗം. അതുകൊണ്ട് തന്നെ വില കൂടിയ ക്രീമുകൾക്ക് പകരം നമ്മുടെ ജീവിതശൈലി മാറ്റാൻ തന്നെ നമ്മൾ ശ്രമിക്കണം. കാരണം യഥാർത്ഥ സൗന്ദര്യം കണ്ണാടിയിൽ കാണുന്നതല്ല, അത് നമ്മുടെ ആരോഗ്യത്തിൽ പ്രകടമാകുന്ന ഒന്നാണ്. നമ്മുടെ മുൻപത്തെ തലമുറ പിന്തുടർന്നിരുന്ന ലളിതമായ ശീലങ്ങൾ നമ്മളിലും അവലംബിക്കുകയാണ് ഇനി നാം ചെയ്യേണ്ടത്. ആദ്യം തന്നെ നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു ശീലം. പഴയകാലത്ത് ആളുകൾ സൂര്യോദയത്തിന് മുൻപ് എഴുന്നേൽക്കുമായിരുന്നു. ഇത് ശരീരത്തിൻ്റെ നാച്ചുറൽ ക്ലോക്ക് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു. രാവിലെ ഫ്രഷായ വായുവും ശാന്തമായ അന്തരീക്ഷവും ഇത് മനസ്സിനും ശരീരത്തിനും ഒരു പുതിയ തുടക്കം നൽകും. അടുത്തതെന്തെന്നാൽ ശരീരം ചലിപ്പിക്കലാണ്. അവർക്ക് ജിമ്മില്ലായിരുന്നു, പക്ഷേ അവരുടെ ജീവിതം തന്നെ ആക്റ്റീവായിരുന്നു. നടക്കൽ, ജോലി ചെയ്യൽ, ചെറിയ വ്യായാമങ്ങൾ, ഇത് ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. എണ്ണ പുരട്ടൽ, വെളിച്ചെണ്ണയോ എള്ളെണ്ണയോ ഉപയോഗിച്ച് ശരീരത്തിൽ മസാജ് ചെയ്യുക. ഇത് സ്കിന്നിനെ സോഫ്റ്റ് ആക്കുകയും ഏജിങ് സ്ലോ ആക്കുകയും ചെയ്യും. പ്രകൃതിദത്ത കുളി, അതായത് മഞ്ഞളും ചന്ദനവും പയറുപൊടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുളിക്കുന്നത്. ഇത് സ്കിന്നിനെ ക്ലീൻ ആക്കുകയും കെമിക്കൽ ഡാമേജ് ഒഴിവാക്കുകയും ചെയ്യുന്നു. ലളിതമായ ഭക്ഷണം, പ്രോസസ്ഡ് ഫുഡ് ഇല്ലാത്ത കാലം, പച്ചക്കറികൾ, പഴങ്ങൾ, നാട്ടിൻപുറ ഭക്ഷണം മാത്രം, ഇതാണ് അവർ കഴിച്ചിരുന്നത്. ഇത് ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് നൽകുകയും സ്കിൻ ഹെൽത്ത് മെച്ചപ്പെടുത്തുകയും ചെയ്യും. പിന്നീടുള്ളൊരു കാര്യമാണ് വെള്ളം കുടിക്കൽ. സിമ്പിളായ കാര്യമാണെങ്കിലും അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഹൈഡ്രേഷൻ ഇല്ലെങ്കിൽ സ്കിൻ ഡ്രൈ ആകും, ഗ്ലോ കുറയും. നേരത്തെ ഉറങ്ങൽ, ബോഡി റിപ്പയർ ചെയ്യുന്നത് ഉറക്കത്തിലാണെന്ന് മനസ്സിലാക്കണം. ഏർലി സ്ലീപ്പിംഗ് ഹെൽത്തി സ്കിന്ന് കൊണ്ടുവരും, ഒരു ഫ്രഷ് ലുക്കും നിലനിർത്തും. പിന്നീടുള്ള കാര്യമാണ് സൂര്യപ്രകാശം. രാവിലെ തന്നെ സൂര്യപ്രകാശം കൊള്ളണം. വൈറ്റമിൻ ഡി മാത്രമല്ല, ഓവറോൾ ഹെൽത്തിനും ഇത് സഹായിക്കുന്നുണ്ട്. മാനസികമായ സമാധാനം, പഴയ കാലത്ത് സ്ട്രെസ്സ് കുറവായിരുന്നു, അവരുടെ മനസ്സ് ശാന്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്തും അത് പ്രതിഫലിച്ചിരുന്നു. പ്രകൃതിയോടടുത്ത ജീവിതമായിരുന്നു അവരുടേത്. അതുകൊണ്ട് തന്നെ ഫ്രഷ് എയർ, ഗ്രീനറിയും നിറഞ്ഞിരുന്നതായിരുന്നു. ഇത് സ്കിന്നിനും ഹെൽത്തിനും വലിയ സഹായകരമാണ്. നാടൻ സ്കിൻ കെയർ, മഞ്ഞൾ, തേൻ, അലോവേര ഇവ റെഗുലറായി ഉപയോഗിച്ചിരുന്നു. ഓവർ കെയർ ഇല്ലാതെ തന്നെ സിമ്പിൾ കെയർ മാത്രം ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ സ്കിൻ നാച്ചുറൽ ബാലൻസും നിലനിർത്തി. ഇവയെല്ലാം നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. സൗന്ദര്യം എന്നത് വലിയ രഹസ്യമല്ല, അത് ലളിതമായ ശീലങ്ങളുടെ ഒരു ഫലമാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് എന്താണ് മാറ്റാൻ കഴിയുന്നത്? ഉത്തരം എന്താണെന്നോ? നമ്മുടെ ഡയറ്റും നമ്മുടെ ഡെയിലി റുട്ടീനും. നമ്മൾ എന്ത് കഴിക്കുന്നു അതാണ് നമ്മുടെ ശരീരവും ചർമ്മവും. ഇന്ന് പലരും പ്രൊഡക്ട്സിൽ ഫോക്കസ് ചെയ്യുന്നു, പക്ഷേ ഭക്ഷണം ശ്രദ്ധിക്കുന്നില്ല. നല്ല ചർമ്മം കിച്ചണിലാണ് ഉണ്ടാകുന്നത്, മിററിലല്ല. ഡയറ്റ് സിമ്പിളാക്കണം, പച്ചക്കറികൾ ഇൻക്ലൂഡ് ചെയ്യണം, ലീഫ് വെജിറ്റബിൾസ് കഴിക്കണം, പഴങ്ങളും ഓറഞ്ച്, ആപ്പിൾ, നട്ട്സ്, ബദാം, വാൾനട്ട് ഇതുപോലെ എല്ലാം കഴിക്കണം. വെള്ളവും ധാരാളം കുടിക്കണം. ദിവസം ഒരു 3-4 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം. ഇത് ഡീറ്റോക്സ് ചെയ്യുകയും സ്കിൻ ഫ്രഷ് ആക്കുകയും ചെയ്യുന്നുണ്ട്. അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ജങ്ക് ഫുഡ്, ഷുഗറി ഡ്രിങ്ക്സ്, പ്രോസസ്ഡ് ഫുഡ്. ഇനി റൊട്ടീനെ കുറിച്ച് പറയാം. രാവിലെ തന്നെ വെള്ളം കുടിക്കുക, ഒരു 5-10 മിനിറ്റ് നടക്കാൻ ശ്രമിക്കുക. ഉച്ചയ്ക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള മീൽ കഴിക്കുക. വൈകുന്നേരമായാൽ കുറച്ച് സമയം നടക്കുകയും രാത്രിയായാൽ ലൈറ്റായിട്ട് മാത്രം ഡിന്നർ കഴിക്കുക. പിന്നെ നേരത്തെ തന്നെ കിടന്നുറങ്ങാനും ശ്രദ്ധിക്കുക. ഒരു 7-8 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഉറക്കമുണ്ടായിരിക്കണം. ബോഡി റിപ്പയർ ചെയ്യാൻ ഇത് അത്യാവശ്യമാണ്. ഇനി ഒരു പ്രധാന കാര്യം കൂടി, കൺസിസ്റ്റൻസി. ഒരു ദിവസം ചെയ്താൽ മാത്രം മതി എന്നല്ല, ദിവസവും ചെറിയ രീതിയിൽ ഇത് ഫോളോ ചെയ്തേ മതിയാകൂ. ഇവയെല്ലാം കേൾക്കുമ്പോൾ വലിയ മാറ്റം പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നാം, പക്ഷേ സ്മോൾ സ്റ്റെപ്സ് എടുത്താൽ മാത്രം മതി. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ചെറിയ മാറ്റങ്ങൾ നാളെ നിങ്ങളുടെ മുഖത്ത് കാണാൻ സാധിക്കും. സൗന്ദര്യം വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല, അതൊരു ജീവിത ശൈലിയാണെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.